ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് കേട്ടോ. ഞാൻ ഒരു 3.5 വർഷത്തോളം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറയുന്ന റിവ്യൂ ആണ്. ഞാൻ എൻ്റെ ചാനലിൽ എന്ത് പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാലും ഞാൻ അത് നന്നായിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങളടുത്ത് പറയത്തുള്ളൂ. അല്ലാതെ ഞാൻ ഉപയോഗിക്കാത്തൊരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഞാൻ പറഞ്ഞു തരത്തില്ല. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തുള്ളൂ. അങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്, ഇതാണ് ഹെയർ മാസ്ക്. ഞാനിത് 3.5 വർഷത്തോളം ഉപയോഗിക്കുന്നു. ഇത് വെല്ലയുടെ ഹെയർ മാസ്ക് ആണ്. ഇതിൻ്റെ ഷാമ്പൂ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഷാമ്പൂ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഷാമ്പൂ 2 തവണ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഷാമ്പൂ ഉപയോഗിച്ച് എൻ്റെ മുടിയെല്ലാം ഊരിപ്പോകാൻ തുടങ്ങിയപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് വെല്ലയുടെ ഷാമ്പൂവിനെ കുറിച്ച് അത്ര ഇതില്ല കേട്ടോ. ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെയും ഇതാണ് ഉപയോഗിക്കുന്നത് ഹെയർ മാസ്ക് ആയിട്ട് എൻ്റെ ഹെയറിൽ. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ബെസ്റ്റ് റിസൾട്ടാണ്. മുടി മിക്കവരും ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഹെയർ പൊട്ടിപ്പോവുക, മുടി പകുതി വെച്ച് പൊട്ടിപ്പോവുക, പിന്നെ മുടി ഇങ്ങനെ ചകിരി പോലെ ആകുക. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് ബെസ്റ്റ് പ്രോഡക്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ 684 രൂപയാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പുതിയ ബോട്ടിൽ മേടിച്ചതാണ്. എൻ്റെ പഴയ ബോട്ടിൽ തീർന്നു. ഇപ്പോൾ ഞാൻ ഇത് 4ാമത്തെ ബോട്ടിലാണ്. 3.5 വർഷമായിട്ട് ഒരു 4 ബോട്ടിലേ എനിക്ക് വന്നിട്ടുള്ളൂ. കാരണം അത്രയും ഉണ്ട്. നമുക്ക് ഇതുണ്ടോ, ഇതാണ് ക്രീം. ഇതൊരു എങ്ങനെ പോയാലും ഒരു 6-7 മാസം വരെ എനിക്കിത് ഉപയോഗിക്കാൻ കാണും. അപ്പോൾ നമുക്ക് എപ്പോഴെപ്പോഴും വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് ഒരു പ്രത്യേക നല്ല സ്മെല്ലും പിന്നെ മുടി ഒരു തിളക്കവും ഒക്കെ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയിൽ നല്ല നമ്മൾ സ്മൂത്തനിങ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഹെയർ കിടക്കുന്നത് അതേപോലെ തന്നെ കിടക്കും. നല്ല സിൽക്കി സ്മൂത്തായിട്ട് കിടക്കും. ഞാൻ ഇതിൻ്റെ ഷാമ്പൂ, സെറം എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. സെറം ഞാൻ തീരുന്നവരെ ഉപയോഗിച്ചു, പിന്നെ ഉപയോഗിച്ചില്ല. കാരണം അതിൻ്റെ റേറ്റ് ഭയങ്കര ഹൈ ആണ്. 1800 സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അത് ചെറിയ ബോട്ടിലാട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ വേറെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഷാമ്പൂ ഉപയോഗിച്ച് മുടി നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം ഈ ഹെയർ മാസ്ക് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതെ മുടിയുടെ ലെങ്തിലുണ്ടല്ലോ, മുടിയിൽ മാത്രം അപ്ലൈ ചെയ്യുക. അത് കുറച്ച് മതി കേട്ടോ. കുറച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അത് നനഞ്ഞ മുടിയായിരിക്കണം. നന്നായിട്ട് പിഴിഞ്ഞ് നല്ല വെള്ളം എല്ലാം കളഞ്ഞിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മുടി നന്നായിട്ട് പിഴിയണം. നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം എല്ലാം തോർത്തതിന് ശേഷം അതിലേക്കാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വിട്ടതിന് ശേഷം മുടി നന്നായിട്ട് കഴുകി കളയുക. ഇത് മുടിയിൽ വച്ചിരിക്കാൻ പാടില്ല, കഴുകി തന്നെ കളയണം. എന്നാൽ മാത്രം നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ അത് മുടി കുളിച്ച് കഴിഞ്ഞ് ഒരു ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാം. നല്ല സിൽക്കി നല്ല സ്മൂത്തായിട്ട് കിടക്കും കേട്ടോ. എൻ്റെ മുടി നല്ല ഒരു ഷൈനിങ് ആയിട്ട് കിടക്കുന്നുണ്ടോ. പിന്നെ അത് പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഇത് 800-850 ആ ഒരു റേറ്റാണ് വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ റേറ്റ് അഫോർഡബിളായിട്ട് തോന്നിയത്. 684 എനിക്ക് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയപ്പോൾ 634 ഇപ്രാവശ്യം 50 രൂപ കൂടിയിട്ടുണ്ട്. കുഴപ്പമില്ല. എന്നാലും പുറത്തുനിന്ന് മേടിക്കുന്നതൊക്കെയായിട്ട് 100-150 രൂപ ഡിഫറൻസ് ഇല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വിചാരിച്ചു. അപ്പോൾ ഇത് മുടി പൊട്ടിപ്പോകുന്നതിന് ബെസ്റ്റാണ് കേട്ടോ. മുടി പൊട്ടിപ്പോകത്തേ ഇല്ല. പിന്നെ ബ്രേക്കേജ് വരുന്നത്, മുടിയുടെ അറ്റം പിളർന്ന് പോകുന്നത് പ്രശ്നം ഒക്കെ മാറാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഹെയർ മാസ്ക് ആണ്. ഞാൻ മുടി എപ്പോഴൊക്കെ കഴുകാറുണ്ട് അപ്പോഴെല്ലാം ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. ഷാമ്പൂ ഉപയോഗിക്കാറുണ്ട്. ഷാമ്പൂ വെല്ലയുടെ അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഷാമ്പൂ വെല്ലയുടെ എനിക്ക് ഒട്ടും എൻ്റെ സ്കാൽപ്പിന് പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മുടി ഫുള്ളും പൊഴിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ വെല്ലയുടെ ഷാമ്പൂ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇതെനിക്ക് ആദ്യം സ്മൂത്തനിങ് ചെയ്ത സലൂണിൽ നിന്ന് തന്നതാണ്. അവിടെ നിന്ന് ഞാൻ ആദ്യം വാങ്ങി, പിന്നെയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് വാങ്ങിയപ്പോൾ നല്ല റേറ്റ് അവർ വാങ്ങിയായിരുന്നു. എനിക്കൊന്ന് 875 ആ റേറ്റായിരുന്നു എൻ്റെ വാങ്ങിയത്. ഇതായിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഹെയർ മാസ്ക് ആണ്. നിങ്ങൾക്കിത് എന്തായാലും ഉപകാരപ്പെടും. പിന്നെ ഒരു പുതിയൊരു ഹെയർ മാസ്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.